ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ഇക്വേഷൻസിന്റെ ചാപ്റ്റർ ആയിരുന്നല്ലോ എടുത്തോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞു മാം പറഞ്ഞു പ്രോബ്ലംസ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോബ്ലംസിലേക്ക് കിടക്കാണ്. ഓക്കെ, ഓർമ്മ ഉണ്ടോ എന്താ എടുത്തതെന്നൊക്കെ? അപ്പൊ ഇക്വേഷൻസ് അല്ലെ, എങ്ങനെ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നെടുത്തു. ഇക്വേഷൻസിൽ എന്തൊക്കെ ഉണ്ടാവും? വേരിയബിൾ ഉണ്ടാവും, കോൺസ്റ്റന്റ് ഉണ്ടാവും അല്ലെ, എന്തൊക്കെ ഉണ്ടാവും, പിന്നെ കോഎഫിഷ്യന്റ് ഉണ്ടാവും അല്ലെ. അതെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വേറെ ഇത് പറഞ്ഞിട്ടുണ്ട്, ബാലൻസ്ഡ് ഇക്വേഷൻ അല്ലെ, LHS ഈക്വൽ ടു RHS അല്ലെ. അതൊക്കെ ഓർമ്മ ഉണ്ടാവും. അതൊക്കെ മനസ്സിൽ വെച്ച് നമുക്ക് ഇതിലേക്ക് പോവാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ക്വസ്റ്റ്യൻ വായിച്ചേ? റൈറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഫോം ഓഫ് ഇക്വേഷൻസ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഇക്വേഷൻസ് ആകാനാണ് പറഞ്ഞത്. ഓക്കെ, എന്താ ഫസ്റ്റ്? എന്താണ് ഫസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേ. ദ സം ഓഫ് 3 ടൈംസ് എക്സ് ആൻഡ് 11 ഈസ് 32. എന്താ പറഞ്ഞത്? സം ഓഫ് 3 ടൈംസ് എക്സ്, എക്സിന്റെ 3 ടൈംസ്. അങ്ങനെ മാം പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ മാം പറഞ്ഞു. എന്താ പറഞ്ഞത്? 3 ടൈംസ് എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാ? 3x അല്ലെ. 3 ടൈംസ് എക്സ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3x എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, 3 ടൈംസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? 3x. ഓക്കെ, അപ്പൊ എന്താണ്? ദ സം ഓഫ് 3 ടൈംസ് എക്സ് ആൻഡ് 11 ഈസ് 32. എന്താ പറഞ്ഞത്? സം എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ. ഓക്കെ, നിങ്ങൾക്കറിയാം അഡീഷൻ ആണ്. അപ്പൊ സം ഓഫ് 3 ടൈംസ് എക്സ്, അപ്പൊ എന്താ പറയാ? സം ഓഫ് 3 ടൈംസ് എക്സ് ആണ് 3xും, സം എന്ന് പറയുമ്പോ അതും, സം ടൈം 3, സം ഓഫ് 3 ടൈംസ് എക്സ് ആൻഡ് 11. ഓക്കെ, പിന്നെ നമ്പർ തന്നിട്ടുണ്ട് 11. അപ്പൊ എന്താണ്? പ്ലസ് 11 ഈസ് 32. ഇത് രണ്ടും കൂടെ സമ്മ് ചെയ്താൽ 32 ആണ് കിട്ടുന്നത് എന്നാ പറയുന്നത്. അപ്പൊ എന്താ ഇത് നമ്മള് ഈക്വൽ ടു, ഓക്കെ, ഈക്വൽ ടു 32 കിട്ടിയോ? ഇതൊരു ഇക്വേഷൻ ആണോ? അല്ല, ഇക്വേഷൻ ആണ്. എന്തുകൊണ്ട്? ഇതൊരു കോഎഫിഷ്യന്റ് ഉണ്ട്, ഇതെന്താണ്? വേരിയബിൾ ഉണ്ട്, ഒരു 2 കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു അല്ലെ. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തു. അപ്പൊ എക്സാമിന് എന്തായാലും മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുക? സ്റ്റേറ്റ്മെന്റ് 2-3 തവണ റീഡ് ചെയ്ത് നോക്കുക, എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാമെന്ന് നോക്കാം. മെയിൻ ആയിട്ട് ഈ ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? 6 ടൈംസ് എക്സ് അല്ലെങ്കിൽ 7 ടൈംസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 7x. അല്ലെങ്കിൽ എക്സ് എന്ന് പ്രത്യേകം പറയൂല, വേറെ എന്തെങ്കിലും രീതി, വേറെ ഏതെങ്കിലും ലെറ്റേഴ്സ് പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പൊ ടൈംസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ആൻസർ എന്താണ്? ചെയ്യുന്നില്ലേ? മാമിന്റെ കൂടെ തന്നെ ചെയ്യുന്നില്ലേ? അപ്പൊ നമ്മളുടെ ആൻസേഴ്സ് തുടങ്ങാണ്. ഫസ്റ്റ് ആൻസർ എന്താണ്? ഓക്കെ, ഫസ്റ്റ് ആൻസർ എന്താണ്? മാം പറഞ്ഞു സം ഓഫ് 3 ടൈംസ് എക്സ്. അപ്പം 3x പ്ലസ് സം ആണല്ലേ പറഞ്ഞത്. അപ്പൊ പ്ലസ് ആൻഡ് സം ഓഫ് 3 ടൈംസ് എക്സ് ആൻഡ് 11 ഈസ് 32. അപ്പൊ എന്താണ്? ഈക്വൽ ടു 32. കറക്റ്റ് ചെയ്തോ? കറക്റ്റ് അല്ലേ? അപ്പൊ എന്താണ്? 3x പ്ലസ് 11 ഈസ് ഈക്വൽ ടു 32. ഓക്കെ, അപ്പൊ മാമിന് സെക്കൻഡ് ചെയ്തേ. സെക്കൻഡ് എന്താണ് ക്വസ്റ്റ്യൻ? ഒന്ന് റീഡ് ചെയ്തേ. ഇഫ് യു സബ്ട്രാക്ട് 5 ഫ്രം 6 ടൈംസ് എ നമ്പർ യു വിൽ ഗെറ്റ് 7. ഓക്കെ, എന്താ പറഞ്ഞത്? ഇഫ് യു സബ്ട്രാക്ട് 5 ഫ്രം, ഓക്കെ, ഒരു നമ്പറിൽ നിന്ന് എന്താണ് 5 സബ്ട്രാക്ട് ചെയ്താൽ 7 കിട്ടുന്നാ പറഞ്ഞത്. പക്ഷെ ആ നമ്പർ എന്താണ്? 6 ടൈംസ് എ നമ്പർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഒരു നമ്പർ എ നമ്പർ എന്നാ പറഞ്ഞത്. അപ്പൊ മാം എ നമ്പർ എന്നുള്ളത് എന്താ? നമ്പർ തന്നിട്ടില്ല, ഇവിടെ എക്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എ നമ്പർ എന്നുള്ളത് നമുക്ക് എന്താക്കാം? ഒരു എക്സ് ആക്കി എടുക്കാം. ഓക്കെ, ഒരു നമ്പറിൽ നിന്ന് ആ നമ്പറിന്റെ 6 ടൈമിൽ നിന്ന് 5 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്? 7 കിട്ടും എന്നാണ് പറഞ്ഞത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? അപ്പൊ എന്താ പറയുന്നത്? ഇഫ് യു സബ്ട്രാക്ട് 5 ഫ്രം എന്ന് പറയുമ്പോ എന്താണ്? അതിൽ നിന്ന്. ഓക്കെ, അപ്പൊ 6 ടൈംസ് എക്സ് മൈനസ് 5 എന്നാ വരിക. കാരണം അതിൽ നിന്ന് എന്താണ്? ഇഫ് യു സബ്ട്രാക്ട് 5 ഫ്രം 6 ടൈംസ്. ഓക്കെ, 6 ടൈംസ് എ നമ്പറിനായ 6 ടൈംസ് എ നമ്പറിൽ നിന്ന് 5 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? വി വിൽ ഗെറ്റ് 7. ഓക്കെ, അപ്പൊ എങ്ങനെ ആൻസർ ചെയ്താം? മാം എ നമ്പർ എന്നുള്ളതിന് പകരം നമ്മൾ എക്സ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്നോ എമ്മോ എല്ലോ ഒക്കെ ഏത് ലെറ്റർ വേണമെങ്കിലും എടുക്കാം. നമുക്ക് എക്സ് തന്നെ എടുക്കാം അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്? 6x. 6 ടൈംസ് എക്സ് അല്ല പറഞ്ഞത്, 6 ടൈംസ് എ നമ്പർ എന്ന് പറഞ്ഞത് നമ്മൾ എ നമ്പർ എന്നുള്ളത് എക്സ് ആക്കി എടുത്തു. ഓക്കെ, 6x. പിന്നെ എന്താ പറയുന്നത്? ഇഫ് യു സബ്ട്രാക്ട് 5 ഫ്രം അല്ല, അപ്പൊ എന്താണ്? -5. വാട്ട് വി ഗെറ്റ്? വി ഗെറ്റ് 7. ഓക്കെ, മനസ്സിലായോ എങ്ങനെ ഇക്വേഷൻ കിട്ടിയേ? ഇഫ് യു സബ്ട്രാക്ട്
6 times a number, എന്താണ് സബ്ട്രാക്ട് ചെയ്യുന്നത്? 5 അല്ലെ? 5 from a 6 times a number, we get what we get 7. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ റീഡ് ചെയ്തേ? 1/4 of m is 3 more than 7. എന്താ പറയുന്നത്? 1/4 of m is 3 more than 7. അപ്പൊ എങ്ങനെ പറയും? അതെങ്ങനെ പറയാ? 1/4 of m എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? m-ന്റെ 1/4. അപ്പൊ എന്താണ്? m/4 അല്ലെ? m/4 എന്നാണ്. ഓക്കെ, അപ്പൊ തേർഡ് എന്താണ്? ഓക്കെ, എന്താണ് തേർഡ്? 1/4 of m, m-ന്റെ 1/4. ഓക്കെ, m എന്ന് പറഞ്ഞ നമ്പറിന്റെ 1/4 ഈസ് 3 ആണ്. അത് മോർ ദാൻ 7. അപ്പൊ എങ്ങനെ പറയും? m/4 അല്ലെങ്കിൽ 1/4 into m എങ്ങനെയാലും എഴുതിയാൽ മതി. അത് 1/4 into m എന്നുള്ളത് തന്നെയാണ് m/4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ m/4, 1/4 of m is 3 more than 7. more than 7 എന്ന് പറയുന്നത് വരും ഈ നമ്പർ 1/4 of m is 3 more than 7 എന്ന് പറഞ്ഞാൽ എന്താണ്? 7-നെക്കാളും കൂടുതലാണ് എന്ത് 1/4 of m എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? m/4 minus 7 is equal to 3. ഓക്കെ, m/4 minus 7 is equal to 3 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1/3 of a number plus 5 is 8. ഒരു നമ്പറിന്റെ 1/3 എന്ന് പറയുമ്പോൾ എങ്ങനെ? 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3. ഓക്കെ, ഹാഫ് എന്ന് പറയുമ്പോൾ നമ്മള് 1/2, 1/3 എന്ന് പറയുമ്പോൾ 1/3. ഓക്കെ, 1/3 of a number, ഒരു നമ്പറിന്റെ 1/3 പ്ലസ് 5, അതിലേക്ക് ഒരു പ്ലസ് 5 കൂട്ടിയാൽ സം ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുക? 8 കിട്ടുന്ന പറയുന്നത്. അപ്പൊ എങ്ങനെ എഴുതും? 1/3 of a number. അപ്പൊ നമ്പർ എക്സ് ആക്കി എടുത്താൽ 1/3 of a number എന്ന് പറയുമ്പോൾ x/3 അല്ലെങ്കിൽ 1/3x. ഓക്കെ, 1/3x of n, 1/3x plus 5 is equal to 8 അല്ല? ഇങ്ങനെയല്ല വരാ. എന്തുകൊണ്ടാണ് പറഞ്ഞത്? 1/3 of a number, ഒരു നമ്പറിന്റെ 1/3, അതാണ് മാം പറഞ്ഞ 1/3x എന്ന് പറഞ്ഞത്. പ്ലസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്ലസ് 5 ഈസ് 8. ഓക്കെ, അപ്പൊ 1/3x plus 5 is equal to 8 എന്ന് പറയും. ഓക്കെ, അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 1/3x plus 5 is equal to 8. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടെ റീഡ് ചെയ്തല്ലോ. എങ്ങനെ നമ്മളോട് പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എന്തുണ്ടാക്കാനാ പറഞ്ഞത്? ഇക്വേഷൻസ് ഫോം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? സം ഓഫ് 3 times x and 11 അല്ലെ? 3 times ഒരു സം ഓഫ് 3 times x, 3x-ന്റെ 3 times plus 11 സം ആണ് പറഞ്ഞത്. അപ്പൊ plus 11 is equal to 32 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ സെക്കൻഡ് എന്തായിരുന്നു? ഇഫ് യു സബ്ട്രാക്ട് 5 from അല്ലെ? 5 എന്താണ്? സബ്ട്രാക്ട് എന്തിൽ നിന്ന്? 6 times a number അല്ലെ? 6 times a നമ്പറിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞത്? 7 കിട്ടുന്ന പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ആ നമ്പർ എന്തായിരുന്നു? എക്സ് ആക്കി എടുത്തു. അതുകൊണ്ട് 6x minus 5 is equal to 7 എന്നുള്ളത് കിട്ടി. ഓക്കെ, അടുത്ത് നോക്കിയേ. 1/4 of m, m-ന്റെ 1/4. ഓക്കെ, അല്ലെങ്കിൽ m/4 ഇതിന് പകരം 1/4 into m. ഓക്കെ, 1/4 m. 1/4 of m is 3. എന്താണ്? 1/4 of m എന്ന് പറയുന്നത് 3 ആണ്, മോർ ദാൻ 7 ആണെന്നാ പറഞ്ഞത്. അപ്പൊ എന്ത് വരും? 1/4 m minus 7 is equal to 3 വരും അല്ലെ? 1/4 m എന്ന് പറയുന്നത് എന്താണ്? 7-നെക്കാളും മോർ ദാൻ ആണെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 1/4 m minus 7 is equal to 3 എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ എന്താണ് നമ്മളോട് പറഞ്ഞത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ 1/3 of a number plus 5 is 8 അല്ലെ? 1/3 ഒരു നമ്പറിന്റെ 1/3 എന്ന് പറയുമ്പോൾ എന്താണ്? 1/3 into x. x എന്ന് പറഞ്ഞാൽ ആ നമ്പർ മാം എന്ത് ചെയ്തു? എക്സ് ആക്കി എടുത്തു. അപ്പൊ 1/3 of x plus 5 is equal to 8 എന്ന് കിട്ടി. ഓക്കെ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻസ് ഉണ്ട് അല്ലെ? ഇവിടെ കുറച്ച് ഇക്വേഷൻസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ NCERT-ൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കുറച്ച് മാം കുറച്ച് മാത്രം എടുത്തതാണ്. കുറച്ച് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ NCERT-ൽ മൊത്തം ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം.
ഓക്കെ, അപ്പൊ നമ്മളുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, വാല്യൂ തന്നിട്ടുണ്ട്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഈ സൊല്യൂഷൻ എന്താണ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെദർ ദ ഇക്വേഷൻ നമ്പർ ഈ സാറ്റിസ്ഫൈഡ് എന്നാണ് ചോദിച്ചത്. യെസ് ഓർ നോ. ഓക്കെ, നമ്മൾ യെസ് ഓർ നോ എഴുതിയാൽ മതി. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ചോദിച്ചത്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, എന്താണ് ഇക്വേഷൻ? എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എന്താണ് വാല്യൂ കൊടുക്കുന്നത്? എക്സിന് എന്താണ് കൊടുക്കാൻ പറഞ്ഞത്? 3 ആണ് കൊടുക്കാൻ പറഞ്ഞത്. ഓക്കെ, എക്സിന് 3 കൊടുത്തിട്ട് ഇതെന്താണ്? LHS ആണല്ലേ. ഈ സൈഡ് LHS ഉം ഈ സൈഡ് എന്താണ്? RHS ഉം ആണ് അല്ലെ. നമുക്കറിയണം LHS ഈക്വൽ ടു RHS കിട്ടിയാലേ എന്താണ് ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുള്ളൂ അല്ലെ, സൊല്യൂഷൻ കിട്ടുള്ളൂ. എന്തിന്? എക്സിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞ എക്സ് ഈക്വൽ ടു 3 ഒന്ന് ഇട്ട് നോക്കാം. നമുക്ക് എന്ത് കിട്ടും? എക്സിന് മാം 3 കൊടുക്കാണ്. അപ്പൊ 3 പ്ലസ് 3 വാട്ട് വിൽ ബി ദ ആൻസർ? 0 ആവോ? 0. 3 പ്ലസ് 3 എന്താണ്? 6 ആണ്. പക്ഷെ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? 0 ആണ് കിട്ടേണ്ടത് അല്ലേ. നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമുക്ക് പക്ഷെ നമ്മൾ ഈ 3 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു എക്സിന്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 6 ആണ് കിട്ടിയത്. അപ്പൊ ആൻസർ കറക്റ്റ് ചെയ്യോ? ഇവിടെ LHS എന്താണ്? നോട്ട് ഈക്വൽ ടു RHS ആണല്ലേ. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇക്വേഷൻ? ഇല്ല, ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യല്ലേ. കാരണം നമുക്ക് കിട്ടേണ്ട ആൻസർ 0 ആയിരുന്നു. ബട്ട് എന്താണ് നമുക്ക് കിട്ടിയത്? 6 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതെന്താണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ എന്താ എഴുതെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? എന്താ എഴുതേണ്ടത്? നോ. നമുക്ക് നോ എന്ന് എഴുതാം അല്ല. ഇവിടെ സാറ്റിസ്ഫൈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് നോ എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു 1 ആണ് നമ്മളുടെ ഇക്വേഷൻ തന്നത് അല്ലെ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, ഇതിന് നമ്മൾ എന്താ ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്? എക്സിന് 7 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മളോട് എക്സിന് 7 ഇട്ട് കൊടുക്കാനാ പറഞ്ഞത്. മാം 7 ഇട്ട് കൊടുക്കുകയാണ്. 7 ഈ എക്സിന് 7 ഇട്ട് കൊടുത്തു. ഇവിടെ 7 ഉണ്ട്. ഈസ് ഈക്വൽ ടു എന്താണ് 7 മൈനസ് 7 എന്ന് പറഞ്ഞ കിട്ടുന്നത്? 7 മൈനസ് 7 സെയിം നമ്പർ മൈനസ് ചെയ്ത് എന്താ കിട്ടുക? 0 ആണ് അല്ലെ. അപ്പൊ 1 കിട്ടും. ശരിക്കും നമുക്ക് എന്താ കിട്ടുന്നത്? 1 ആണ്. പക്ഷെ നമുക്ക് കിട്ടിയത് എന്താണ്? 0 ആണ്. ഇത് ഈക്വൽ ആണോ? 7 മൈനസ് 7 ശരിക്കും 0 ആണ്. നമുക്ക് കിട്ടേണ്ടത് 1 ആണ് അല്ലെ. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ LHS ഉം RHS ഉം ഈക്വൽ ആവണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല, അത് ഈക്വൽ അല്ല അല്ലെ. നോട്ട് ഈക്വൽ ആണ്. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ മക്കളെ? ഇല്ലല്ലേ. അപ്പൊ എന്താ നമുക്ക് ഇവിടെ എഴുതാം? ഇതും നോ ആണ് അല്ലേ. ഓക്കെ, എക്സിന് 7 അല്ല ശരിക്കും കൊടുക്കേണ്ടത് അല്ലെ. ശരിക്കും എക്സിന് എന്ത് കൊടുക്കാം? നിങ്ങൾ ആലോചിക്കുക. നമുക്ക് 1 കിട്ടണം. നമ്മൾ എക്സിന് എന്ത് നമ്പർ കൊടുക്കാൻ പറ്റും? 8 കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? എക്സിന് 8 കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? 8 മൈനസ് 7 ഈസ് ഈക്വൽ ടു 1. കറക്റ്റ് ആവും. ആൻസർ ശരിക്കും കറക്റ്റ് ആവും അല്ലെ. നമുക്ക് 1 തന്നെ കിട്ടും. പക്ഷെ ഇവിടെ തന്നത് എന്തായിരുന്നു? എക്സിന് 7 കൊടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രൊഡക്റ്റിന്റെ രീതിയിലല്ല തന്നത്. 5x എന്താ തന്നത്? 5x ഈസ് ഈക്വൽ ടു 25. ഓക്കെ, 5x ഈസ് ഈക്വൽ ടു 25 എന്നാണ് തന്നത്. ഓക്കെ, 5x ഈസ് ഈക്വൽ ടു 25 എന്നാണ് തന്നത്. എന്താണ് 5x? അപ്പൊ നമ്മളോട് എക്സിന് എന്ത് കൊടുക്കാനാ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞത് എക്സിന് 5 കൊടുക്കാനാ പറഞ്ഞത്. എന്താണ് നമ്മളൊന്ന് എക്സിന് 5 കൊടുക്കുകയാണ്. 5 ഇവിടെയുള്ള 5 ഇൻറ്റു എക്സിനുള്ള 5 ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? 25 ആണ് നമുക്ക് കിട്ടുന്നത്. 5 ഇൻറ്റു 5 എന്താണ്? 25 ആണല്ലേ. ഈക്വൽ ടു 25. ഓക്കെ, അപ്പൊ LHS എന്തായി? LHS ഈക്വൽ ടു RHS അല്ലെ. ഇവിടെ LHS ഈക്വൽ ടു നമുക്ക് RHS കിട്ടി. എന്തുകൊണ്ടാ? നമ്മൾ എക്സിന് 5 കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ആൻസർ ആയ 25 തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ 5x ഈസ് ഈക്വൽ ടു 25 when x ഈസ് ഈക്വൽ ടു 5 ഈസ് എന്താണ്? ഇക്വേഷൻ ആണ്. എന്ത്? ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് അല്ലെ. സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യണം? യെസ് ഓർ നോ? യെസ്. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? m/3 ഈസ് ഈക്വൽ ടു 2 എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. m/3 ഈസ് ഈക്വൽ ടു 2.
ഓക്കെ. എമ്മിന് നമ്മളോട് പറഞ്ഞത് 6 കൊടുക്കാൻ. എന്ത് 6 കൊടുക്കാനാ? -6 കൊടുക്കാനാ പറഞ്ഞത്. എമ്മിന് ഞാൻ -6 കൊടുക്കണം. ഓക്കെ, അപ്പൊ -6 കൊടുക്കാൻ പോവാണ്. എമ്മിന് -6 കൊടുത്തു നോക്കി. എമ്മിന്റെ വാല്യൂ -6/3 ഈസ് ഈക്വൽ ടു 2. എന്ത് കിട്ടും ആൻസർ? -6/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 6/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് അല്ലെ. ആൻസർ എന്ത് കിട്ടും? -2 ഈസ് ഈക്വൽ ടു 2. കണ്ടോ, ഈ സൈഡ് LHS സൈഡിൽ നമുക്ക് മൈനസ്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പൊ -6/3 എന്നാണ്. ഓക്കെ, -6/3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -2 എന്നാ വരിക അല്ലെ. 6/3 മാത്രമാണെങ്കിൽ 2 വരും. പക്ഷെ ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ആൻസർ എന്ത് വരും? -2 വരും. പക്ഷെ എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണുള്ളത്? വെറും 2 ആണല്ലേ. ഇവിടെ മൈനസ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ഇത്? നോട്ട് ഈക്വൽ ആണ് അല്ലേ. LHS ഈസ് നോട്ട് ഈക്വൽ ടു RHS ആണ്. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇത് വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? എമ്മിന് നമ്മൾ -6 കൊടുത്താൽ ഇവിടെ വാല്യൂ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? നോ. ഓക്കെ, അപ്പൊ നമ്മളുടെ ബ്രാക്കറ്റ് ഫിൽ ചെയ്തു അല്ലെ. നോക്കിയേ, ബ്രാക്കറ്റ് ഫിൽ ചെയ്തത് എങ്ങനെ നോക്കിയേ? ഇക്വേഷൻ വാല്യൂ അല്ലെ. നമ്മളോട് ഇത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് അല്ലെ. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. യെസ് ഓർ നോ ഇട്ടു. അപ്പൊ നമ്മൾ ചെയ്തു. x plus 3 is equal to 0. When x is equal to 3, അതെന്താ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നോ എഴുതി. ഓക്കെ, അടുത്ത x minus 7 is equal to 1. When x is equal to 7, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, എവിടെയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 5x is equal to 25. When x is equal to 5, whether the equation satisfy or not? Yes, equation is satisfied. Okay, അടുത്തത് എന്തായിരുന്നു? m/3 is equal to 2 when m is equal to -6. Okay, equation is satisfied? No. Okay, equation is not satisfied അല്ലെ. അതുകൊണ്ട് മാം എന്ത് ചെയ്തു? നോ എഴുതി. ഓക്കെ, ഇത് ഓക്കെ ആയോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ NCERT-യിലുണ്ട്. നിങ്ങളുടെ NCERT-ൽ നിങ്ങൾക്ക് I think 4.1 exercise 4.1 അങ്ങനെ എന്തോ ഒരു എക്സസൈസിലാണ്. അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത മാം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നോക്കി. കൺസിഡർ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ഓക്കെ, എന്താണ് ഈ ഫോളോയിങ് സിറ്റുവേഷൻ നമ്മളോട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ശരിക്കും എന്താ ചെയ്യേണ്ടത്? നമ്മളോട് എന്താണ് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, എന്താ നോക്കി. രാജുസ് ഫാദർ ഏജ് ഈസ് 5 years. ഓക്കെ, ഇനി ഏജസ് വെച്ചിട്ടാണ് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? രാജുസ് ഫാദേഴ്സ്. ഓക്കെ, രാജുവിന്റെ ഫാദറിന്റെ ഏജ് ഈസ് 5 years more than 3 times രാജുസ് ഏജ്. എന്താ പറഞ്ഞത്? രാജുവിന്റെ ഫാദറിന്റെ ഏജ് 5 times more than 3 times രാജുസ് ഏജ്. രാജുവിന്റെ എങ്ങനെ പറയാ? നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ അച്ഛന്റെ വയസ്സിനേക്കാളും 3 ഇരട്ടി. എത്ര പറഞ്ഞ? 3 times അല്ലെ. 3 ഇരട്ടിയും +5 കൂടാണെന്നാ പറഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ ഏജ് നിങ്ങളുടെ അച്ഛനേക്കാളും 3 ഇരട്ടിയും എന്താ പറഞ്ഞത്? +5 കൂടെയാണെന്നാ പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞത്? 5 years more അല്ലെ. +5 എന്ന് പറയാൻ കാരണം എന്താണ്? 5 years more than എന്നാണ് പറഞ്ഞത്. ഓക്കെ, 5 വർഷത്തിനാളും. അപ്പൊ എന്താ പറയാ? എങ്ങനെ എഴുതാ? രാജൂസിന്റെ അച്ഛന്റെ ഏജ് തന്നിട്ടുണ്ട്. എന്താ ആൻസർ? 44 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്താ എടുക്കാം? ലെറ്റ് രാജൂസ് ഏജ് അല്ലെ. രാജൂസിന്റെ ഏജ് നമുക്ക് എന്താക്കി എടുക്കാം? ഏജ് അല്ലേ നമുക്ക് രാജൂസിന്റെ ഏജ് അല്ലേ തരാത്തത്. രാജൂസ് ഏജ് ബി x. ഓക്കെ, രാജുവിന്റെ ഏജ് എന്ത് ചെയ്തു? x years ആക്കി എടുത്തു. നമ്മൾ ഏജ് ഇയേഴ്സിലാണല്ലേ പറയാ. ഓക്കെ, അപ്പൊ മാം എന്ത് ചെയ്തു? രാജുവിന്റെ ഏജ് x years ആക്കി എടുത്ത്. എന്താണ് ഇനി ഇക്വേഷൻ? നമുക്ക് രാജുസ് ഫാദറിന്റെ ഏജ് തന്നിട്ടുണ്ട്, 44 years ആണ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാം. ഇങ്ങനെ ഫോം ചെയ്യും. രാജുസ് ഏജിന്റെ 3 times. അപ്പൊ എങ്ങനെ വരും? 3 ടൈംസിന്റെ രാജുസ് ഏജ് ഇപ്പൊ മാം എന്താണ് x ആക്കി എടുത്തത്. അപ്പൊ 3 ടൈംസ് ഇവിടെ എന്ത് വരും? നേരത്തെ പറഞ്ഞിട്ടുണ്ട് 3x വരും അല്ലെ. 3 ടൈംസ് അല്ലെ. അപ്പം രാജൂസ് ഏജിന്റെ 3 ടൈംസ് പ്ലസ് മോർ ദാൻ 5 years എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വരും? പ്ലസ് അല്ലെ 5 ഈസ് ഈക്വൽ ടു എന്താണ്? ആരെ ഏജ് ആണ് കിട്ടുന്നത്? ആരെ ഏജ് ആണ്? രാജൂസ് ഫാദേഴ്സ് ഏജ് അല്ലെ. അത് എത്രയാണ്? 44. ഓക്കെ, കിട്ടിയോ? ആൻസർ കിട്ടിയോ?
30. Raju's age 3 times more than 5 years. Okay, more than 5 years is equal to എന്ത് കിട്ടണം? Raju's father's age. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഫോം ആയോ? ഇതൊരു ഇക്വേഷൻ ആയില്ലേ? ഇതിലൊരു വേരിയബിൾ ഇല്ലേ? എക്സ് വേരിയബിൾ ഉണ്ട് അല്ലേ? അതെന്താണ്? രാജുവിന്റെ ഏജ് ആണ് അല്ലെ. അപ്പൊ എക്സ് ഉണ്ട്, പിന്നെ നമ്മളോട് ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, ഇതൊരു ഇക്വേഷൻ അല്ല, LHS RHS ഒക്കെ ഉള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ആൻസർ. നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യാൻ മാത്രമേ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Check whether the value given in the bracket is a solution to the given equation or not. അതെ, എന്താ പറഞ്ഞത്? ഇവിടെ തന്നത് ബ്രാക്കറ്റിൽ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്, അത് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാനാ പറഞ്ഞത്. എന്നിട്ട് എന്താ പറഞ്ഞത്? സൊല്യൂഷന് ആവുന്നുണ്ട്, ഈസ് എ സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചത്. ഓക്കെ, നേരത്തെ ചെയ്ത അതേപോലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എങ്ങനെയാണ്? അത് ബ്രാക്കറ്റിലായിരുന്നു, അത് ടേബിളിലായിരുന്നു. ഇത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ തന്നതാണ്. എന്താ ചെയ്യാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ? എന്താണ് ക്വസ്റ്റ്യൻ? n+5 is equal to 19. n+5 is equal to 19 എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മളോട് എന്താ പറഞ്ഞത്? എന്നിന് എത്ര ഇട്ട് കൊടുക്കാനാ പറഞ്ഞത്? എന്നിന് 1 ഇട്ട് കൊടുക്കാനാ. നമുക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കിയാലോ. എന്നിന് 1 കൊടുത്തേ. 1+5 19 കിട്ടുന്നുണ്ടോ നോക്കി. 1+5 6. 19 കിട്ടുന്നുണ്ടോ? ഈക്വൽ ആണോ? സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല, സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്? ഇക്വേഷൻ നോട്ട് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ മാം ജസ്റ്റ് ക്രോസ് ഇട്ട് കൊടുത്തു. സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് അതിനെ ക്രോസ് ഇട്ട് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ക്രോസ് ആണ് അത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ബി ക്വസ്റ്റ്യൻ എന്താണ്? 7n+5 is equal to എന്താണ്? 19. എന്നിന് നമ്മളോട് എത്രയാ പറഞ്ഞത്? എന്നിന് നമ്മളോട് 2 ആണ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. എന്താ കിട്ടുന്നത് നോക്കി. എന്നിന് 2 ഇട്ട് കൊടുത്താൽ, എന്നിന് 2 ഇട്ട് കൊടുത്തേ മാം. എന്നിന് 2 ഇട്ട് കൊടുക്കുകയാണ്. 7 into 2. ഓക്കെ, എന്നിന് 2 കൊടുക്കും. 7 into 2 + 5 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടേണ്ടത് 19 ആണ്. അതാണ് അപ്പുറത്ത് എഴുതിയത്. എന്ത് ചെയ്തേ? 7 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 into 2 എത്രയാണ്? 14 ആണ് അല്ലെ. 14 + 5 is equal to 19 ആണ് കിട്ടേണ്ടത്. 14 + 5 എത്രയാണ്? 19 ആണല്ലേ. അപ്പൊ നമുക്ക് കിട്ടിയോ? ഇവിടെ സൊല്യൂഷൻ കിട്ടിയോ? കിട്ടി. ഇക്വേഷനിൽ നമ്മളുടെ 2 ഇട്ട് കൊടുത്താൽ ഇക്വേഷൻ സോൾവ് ആവുന്നുണ്ട് അല്ലെ. സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ്? ശരിയാണോ? ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? സൊല്യൂഷൻ ആണോ ഗിവൺ ഓർ നോട്ട് ആണ് ചോദിച്ചത്. ഇവിടെ എന്താണ്? കറക്റ്റ് ആണല്ലേ. അപ്പൊ മാം എന്ത് ചെയ്തു? ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ. കറക്റ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ മാം ടിക്ക് ഇട്ട് കൊടുത്തു. ജസ്റ്റ് നിങ്ങൾ എഴുതണം കേട്ടോ. സൊല്യൂഷൻ കറക്റ്റ് ആണ് അങ്ങനെ എഴുതണേ. മാം വെറുതെ ടിക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തേർഡ് ക്വസ്റ്റ്യൻ 4p - 3 is equal to 13. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? 4p - 3 is equal to 13. 4p - 3 is equal to 13 ആയിരുന്നോ? 13 അല്ലായിരുന്നോ? p is equal to 0. k pക്ക് എന്താണ് വാല്യൂ കൊടുക്കാൻ പറഞ്ഞത്? 0 ആണ്. ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയേ. 4p - 3 is equal to 30 കിട്ടുന്നുണ്ട്. ആൻസർ ഇല്ല അല്ലെ. കാരണം ഒന്ന് ആലോചിച്ചാൽ തന്നെ അറിയാം. 4 into 0 - 3 is equal to 13 ആണെങ്കിൽ 4 into 0 0 0 പറയുമ്പോ -3 -3 is equal to 13 കിട്ടോ? കറക്റ്റ് ആണോ? LHS RHS ഈക്വൽ ആണോ? അല്ല, ഇവിടെ കറക്റ്റ് അല്ല, നോട്ട് ഈക്വൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് അറിയാം ഇതെന്താണ് ശരിക്കും p0 എന്നുള്ളത് ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ക്രോസ് ഇട്ട് കൊടുക്കാം അല്ലെ. ക്രോസ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ സെറ്റ്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചെക്ക് വെദർ ദ വാല്യൂ ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ് ഈസ് ദ സൊല്യൂഷൻ ടു ദ ഗിവൺ അല്ലെ. ഈ ബ്രാക്കറ്റിൽ തന്ന
വാല്യൂസ് ഇതിന്റെ സൊല്യൂഷൻ, ഈ ഒരു ഇക്വേഷൻ സൊല്യൂഷൻ ആയിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഏതായിരുന്നു ഫസ്റ്റ് വൺ അല്ല, സെക്കൻഡ് വൺ ആണ്, തേർഡ് വൺ അല്ല. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. സെറ്റപ്പ് ആൻ ഇക്വേഷൻ ഇൻ ദ ഫോളോയിങ് കേസസ്. ഓക്കെ, ഈ ഒരു കേസസിൽ നമ്മളോട് എന്താ പറഞ്ഞത്? ഈ ഇക്വേഷൻ ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സിമ്പിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മളെ ഫുൾ ഇക്വേഷൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇക്വേഷൻസ് എങ്ങനെ ഫോം ചെയ്യണം എന്നാണ് ഫസ്റ്റ് തന്നെ പഠിക്കുന്നത്. പിന്നെ ജസ്റ്റ് സോൾവ് ചെയ്യാനും പഠിക്കുന്നത് അല്ലെ. അപ്പൊ സിമ്പിൾ ഇക്വേഷൻസ് ആണോ മൊത്തം. അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ. ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വായിച്ചേ, എന്താണ് ക്വസ്റ്റ്യൻ? വായിച്ചേ. ഇർഫാൻ സേസ് ദാറ്റ്, എന്താ പറഞ്ഞ? ഇർഫാൻ സേസ് ദാറ്റ് ഹി ഹാസ് 7 marbles more than 5 times the marbles permit has. Irfan has 37 marbles. Take m to the number of permits marbles. ഓക്കെ, നമ്മൾ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. പെർമിറ്റ്സ് മാർബിൾ എം ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിട്ടുണ്ട്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇർഫാൻ പറയാണ് സേസ് ദാറ്റ് ഹി ഹാസ് 7 marbles. 7 marbles more than 5 times. 7 more than എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 7 പ്ലസ് അല്ലെ? 7 marbles more than 5 times. 7 plus 5 times the marbles permit has. അപ്പൊ പെർമിറ്റിന്റെ മാർബിൾ എന്തായിരുന്നു? 7 times പെർമിറ്റ് മാർബിൾ ആയെന്ന് പറയുന്നതായിരുന്നു. പെർമിറ്റിന്റെ മാർബിൾ നമ്മളോട് എം എടുക്കാൻ പറഞ്ഞു. അപ്പൊ 7 times പെർമിറ്റ് മാർബിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? സോറി, 7 times അല്ല അല്ലെ, 5 times ആണ്. ഓക്കെ ഓക്കെ, മാമിന് തെറ്റിപ്പോയതാണ്. 5 times ആണ്. ഓക്കെ, 5 times പെർമിറ്റ്സ് മാർബിൾ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തു? പെർമിറ്റിന്റെ മാർബിൾ പെർമിറ്റ് ഹാസ് 7 times ആണ്. അപ്പൊ എങ്ങനെ ചെയ്താ? 5 into പെർമിറ്റിന്റെ മാർബിൾ എത്ര നമ്മൾ എടുക്കാൻ പറഞ്ഞത്? എം ആണ്. അപ്പൊ 5m ആയിരിക്കും അല്ലെ? 5m ആണല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളോട് എന്തായിരുന്നു പറഞ്ഞത്? ഇർഫാൻ സേസ് ദാറ്റ് ഹി ഹാസ് 7 marbles more than 5 marbles. more than 5 times the marbles permit has അല്ലെ? 7 marbles more than 5 times the marble permit has. അപ്പൊ എങ്ങനെ ചെയ്താ ഇക്വേഷൻ? എങ്ങനെ ചെയ്തു? 5m plus 7 is equal to Irfan has 37 marbles. ഓക്കെ, ഇങ്ങനല്ലേ നമ്മളുടെ ഇക്വേഷൻ വരാ? ഇങ്ങനല്ലേ മക്കളെ ഇക്വേഷൻ വരാ? മാം എഴുതിയാൽ എന്താ മനസ്സിലാവാത്തതുണ്ടോ നോക്കി. 5m എന്ന് പറയുന്നത് 5 times the marbles permit. പെർമിറ്റിന്റെ മാർബിളിനേക്കാളും 5 times. ഓക്കെ, 5 times. അപ്പൊ 5 into m പ്ലസ് അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 7 marbles more than എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഏ മാർബിൾസും അതിന്റെ കൂടെ 5 times more than ആരെ മാർബിളിനെക്കാളും? പെർമിറ്റിന്റെ മാർബിളിനെക്കാളും ആണ് എന്റെ കയ്യിലുള്ളത് എന്ന് ഇർഫാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ഇതിൽ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇർഫാന് 37 marbles ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തറിയാം? ഇതൊക്കെ പാടെ കൂട്ടിയാലാണ് ഇർഫാന്റെ 37 marble ആവുള്ളൂ നമുക്ക് മനസ്സിലാവൂലേ അല്ലേ? ഇർഫാൻ പറയുന്നുണ്ട് എന്റെ കയ്യിൽ 37 marbles ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇർഫാന്റെ കയ്യിൽ 37 marbles ആണ്. അപ്പൊ ഇർഫാൻ പറയുന്നത് എന്താ വെച്ചാൽ പെർമിറ്റിന്റെ കയ്യിലുള്ള ഇതിന്റെ മാർബിൾസിനേക്കാളും 5 ഇരട്ടിയും അതിൽ പിന്നെ 7 marbles നിങ്ങൾ കൂട്ടിയാലാണ് എന്ത് എന്റെ കയ്യിലുള്ള മാർബിൾസ് ആയ 37 കിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? ഇങ്ങനെ എഴുതാം. 5m plus 7 is equal to എന്ത് വരും? 37 വരും. ഓക്കെ, ഇക്വേഷൻ കറക്റ്റ് ചെയ്തോ? കറക്റ്റ് ആയില്ലേ? നമ്മുടെ ഇക്വേഷൻ ഫോമിലായില്ലേ? 5m plus 7 is equal to 37. ഇറ്റ് ഈസ് ഇക്വേഷൻ ആണ്. LHS RHS ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്, ഇത് കോൺസ്റ്റന്റ് ഉണ്ട്, 2 കോൺസ്റ്റന്റ്സ് ഉണ്ട്. ഇതെന്താണ്? എം എന്താണ്? വേരിയബിൾ ആണ് അല്ലെ? വേരിയബിൾ എക്സ് തന്നെ വേണമെന്നില്ല. വേരിയബിൾ നമുക്ക് എം എടുക്കാം, എൽ എടുക്കാം, എന്തും എടുക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ എം തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വേരിയബിൾ എം തന്നെ എടുക്കണേ. നിങ്ങൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ തന്നെ നോക്കണം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോന്ന്. ഏത് ലെറ്റർ ആണോ തന്നത് അത് തന്നെ എടുക്കാം. ഓക്കെ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. എന്താണ് പറഞ്ഞത്? The teacher tells the class that
highest marks obtained by a student in her class is twice the lowest marks plus 7. ഹയസ്റ്റ് മാർക്ക് കിട്ടിയത് എന്താണ്, എങ്ങനെയാണ്, ലോവസ്റ്റ് മാർക്കിനെക്കാളും എന്താണ്, ട്വൈസ് ദ ലോവസ്റ്റ് മാർക്ക്, ഏറ്റവും മാർക്ക് കുറഞ്ഞ ആളുടെ ഇരട്ടിയും പ്ലസ് 7ഉം. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ മാം ജസ്റ്റ് ഒന്ന് പറയാന്ന് വെച്ചാല് എന്താണ്, സ്ലോവസ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് 5 മാർക്കാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ 5 ഇരട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, 2 into 5 അല്ലെ, പ്ലസ് 7 ആണ് ഹയസ്റ്റ് മാർക്ക്. ആ ക്ലാസ്സിലെ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ലോ ആയ മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടാവില്ലേ, ആ കുട്ടികളുടെ ഇരട്ടിയും അതിലേക്ക് 7ഉം കൂടെ ആഡ് ചെയ്താലാണ്. അതായത് ഇരട്ടി എന്ന് പറയുന്നത് ട്വൈസ് ആണ്. അപ്പൊ 2 into 5 plus 7 എത്ര വരും, 10 plus 7 17 ആയിരിക്കും ആ ക്ലാസ്സിലെ ഹയസ്റ്റ് മാർക്ക്. ലോവസ്റ്റ് മാർക്ക് എന്തായിരിക്കും, 5 ആയിരിക്കും അല്ലേ, അതിനല്ലേ വരാ. മാം ഇത് വെച്ചിട്ടല്ല കേട്ടോ, വേറൊരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, വേറൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ആ കുട്ടി ലോവസ്റ്റ് മാർക്ക് 5ഉം 17 ആയിരിക്കും ഗ്രേറ്റസ്റ്റ് മാർക്ക് അല്ലെ. ഓക്കെ, 20 ഔട്ട് ഓഫ് 20 ഒക്കെ എടുത്തിട്ട് ഏറ്റവും ക്ലാസ്സിൽ ചിലപ്പോൾ 17 മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടാവൂലേ അല്ലെ, നിങ്ങൾക്ക് 20 ഔട്ട് ഓഫ് 20 കിട്ടും. മാം വെറുതെ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ 17 ആണ് ആ ക്ലാസ്സിൽ ഹയസ്റ്റ് മാർക്കും, ആ ക്ലാസ്സിൽ ചിലപ്പോൾ എന്തായിരിക്കും 5 ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് മാർക്ക്. ഓക്കെ, ആ ഒരു കേസ് നോക്കിയേ, നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഇട്ടുകൊടുത്ത് നോക്കിയത് ആ കേസ്. ഇവിടെ നമുക്ക് ഞാൻ മാം പറഞ്ഞു 5 ആണ് ഇവിടുത്തെ ലോവസ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ലോവസ്റ്റ് മാർക്ക് തന്നിട്ടുണ്ടോ, ഇല്ല. ആ ലോവസ്റ്റ് മാർക്ക് എന്തെടുക്കാനാ പറഞ്ഞത്, ടേക്ക് ലോവസ്റ്റ് മാർക്ക് ബി എൽ. ഓക്കെ, നമ്മളുടെ എൽ എന്ന് പറഞ്ഞ ലോവസ്റ്റ് മാർക്ക് എൽ എന്ന് എടുക്കാനാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം, ഇക്വേഷൻ എഴുതണം, എല്ലോ ഐയോ എന്തായാലും എടുക്കട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതണം, ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞത് 87 ആണ്. അപ്പൊ 87 ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. എന്താ പറഞ്ഞത്, the teacher tells that class that highest marks obtained by a student in her class is twice the lowest mark. അപ്പൊ എന്ത് വരും, ലോവസ്റ്റ് മാർക്ക് നമ്മൾ മാം നേരത്തെ പറഞ്ഞു 5 ആണെന്ന് വെറുതെ ജസ്റ്റ് പറഞ്ഞു അല്ലെ. ഇവിടെ പക്ഷെ എന്താണ് പറഞ്ഞത്, അയ്യോ എല്ലോ എന്താ എടുക്കേണ്ടത്, ഐ ആണോ, ഐ ആണെങ്കിൽ ഐ, അല്ലെങ്കിൽ എൽ ആണെങ്കിൽ. അപ്പൊ എന്താണോ, എന്തായിരുന്നു, ട്വൈസ് ആണ്. അപ്പൊ 2L. ഓക്കെ, ഈ എൽ എന്ന് പറഞ്ഞത് ലോവസ്റ്റ് മാർക്ക്, അതിന്റെ ട്വൈസ് പ്ലസ് 7. ഇവിടെ പറഞ്ഞ കണ്ടോ, പ്ലസ് 7. അപ്പൊ എന്ത് ചെയ്യണം, പ്ലസ് 7. കിട്ടിയോ, ഇക്വേഷൻ കിട്ടിയോ, 2L plus 7 is equal to 87. 87 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആ ക്ലാസ്സിലെ കുട്ടിയിലെ ഹയസ്റ്റ് മാർക്ക്. ഇവിടെ L എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ലോവസ്റ്റ് മാർക്ക്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഉണ്ടാക്കാൻ സിമ്പിൾ അല്ലേ. കുറെ പ്രാവശ്യം റീഡ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ. ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാനുള്ളത് പഠിച്ചു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് 2L plus 7 is equal to 87 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ഇത് ഇക്വേഷൻ ആണെന്ന് അറിയാലോ, എൽ എന്ന് പറഞ്ഞതാണ് ഇവിടെ വേരിയബിൾ. ഓക്കെ, അടുത്തത് നോക്കിയേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഗിവ് ഫസ്റ്റ് സ്റ്റെപ്പ് യു വിൽ യൂസ് ടു സബ്ട്രാക്ട് ദ വേരിയബിൾ ആൻഡ് ദെൻ സോൾവ് ദ ഇക്വേഷൻ. ഓക്കെ, നമ്മളോട് പറഞ്ഞത് എന്താണ്, സബ്ട്രാക്ട്, വേരിയബിൾ സബ്ട്രാക്ട് ചെയ്തിട്ട് ആൻഡ് സോൾവ് ദ ഇക്വേഷൻ സോൾവ് ചെയ്യാനാ പറഞ്ഞത്. ഓക്കെ, നമ്മളോട് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ്, x minus 1 is equal to 0 എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മൾ സോൾവ്, ഇനി സൊല്യൂഷൻ, നമ്മൾ സൊല്യൂഷൻ അല്ലെ, എങ്ങനെ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ 2 മെത്തേഡ് ഒക്കെ പഠിച്ചിരുന്നു അല്ലെ, ഓർമ്മയില്ലേ. ട്രാൻസ്പോസിങ് പഠിച്ചിരുന്നു, അതിന് മുന്നേ വേറൊരു മെത്തേഡ് പഠിച്ചിരുന്നു. എന്തായിരുന്നു, നമ്മൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക അല്ലെ, ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് 2 സൈഡ് LHSലും RHSലും ചെയ്യുക. അങ്ങനെ അത് ബാലൻസ്ഡ് ഇക്വേഷൻ ആയി പോകും അല്ലെ. ഇക്വേഷൻ ഒരു മാറ്റവും സംഭവിക്കില്ല, അത് ബാലൻസ്ഡ് തന്നെ ആയിരിക്കും. പക്ഷെ ഏതെങ്കിലും നമ്പർ LHSൽ ചെയ്യുകയാണെങ്കിൽ അതേ നമ്പർ തന്നെ RHSലും ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ, x minus 1 എന്തായിരുന്നു, x minus 1 is equal to 1 അല്ലെ, is equal to 0 ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ മാം എന്ത് ചെയ്തു, x minus 1ലേക്ക് പ്ലസ് 1, LHSലും പ്ലസ് 1 ചെയ്തു, RHSലും പ്ലസ് 1 ചെയ്തു. പ്ലസ് 1 പറയുമ്പോൾ 1 അല്ലെ, 0 plus 1 ചെയ്തപ്പോ എങ്ങനെ കിട്ടിയ ആൻസർ, 0ലേക്ക് 1 ആഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് 1 ഇട്ട്. 0ലേക്ക് 1 ആഡ് ചെയ്താൽ 1 തന്നെയല്ലേ വരാം. അപ്പൊ x minus 1 plus 1 minus 1 plus 1 എന്ത് വരും, 0 വരും അല്ലെ. അപ്പൊ ഈ ഭാഗം 0 ആയിപ്പോ x is equal to 1. അപ്പൊ നമുക്ക് സൊല്യൂഷൻ കിട്ടി, x-ന് 1 കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ. ഇങ്ങനെ ചെയ്തു മാം, 1 പ്ലസ് LHSലും ചെയ്തു, RHSലും ചെയ്തു. അപ്പൊ നമുക്ക് അത് രണ്ടും ക്രോസ് ആയി കട്ടായി പോയി, -1 plus 1 ആയതുകൊണ്ട് 0 ആയി. അപ്പൊ x is equal to 1 എന്ന് പറഞ്ഞത് കിട്ടി. ഓക്കെ, ഓക്കെ, അപ്പൊ അടുത്തത് നോക്കിയേ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 5. എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 5 എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. എന്ത് ആഡ് ചെയ്യണം? നമ്മൾ അധികം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക, എന്താലോചിക്കുക, എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 5 എന്നാണ്. അപ്പൊ നമുക്ക് എന്തിട്ട് കൊടുക്കണം ഇവിടെ ചെയ്യാന്? ഏതുകൊണ്ട് ആഡ് ചെയ്യണം അല്ലെ ഏതുകൊണ്ട് പ്ലസ് ചെയ്യണം? ഇങ്ങനെ വരും. 1 ഇട്ട് കൊടുത്തു നോക്കി. എക്സ് മൈനസ് 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 5 പ്ലസ് 1 അല്ലെ? എന്താ ചെയ്തത്? -1 ഇതിലേക്ക് എന്ത് ചെയ്തു? +1 LHSലും ചെയ്തു, RHSലും ചെയ്തു അല്ലെ? മനസ്സിലായോ? നമ്മളുടെ അധികവും നമ്മൾ ചെയ്യുമ്പോ എന്ത് ചെയ്യണം? ഓക്കെ, എന്ത് ചെയ്യണം? നമ്മുടെ LHSൽ x-1 ഉണ്ടെങ്കിൽ ഇങ്ങനെ എളുപ്പമായിട്ട് -1 ഉണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യാം? +1 ചെയ്യാം. ഈ സൈഡിലും +1 ചെയ്യാം, ഇവിടെയും +1 ചെയ്യാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടി സിമ്പിൾ ആയിരിക്കും. x-1 +1 ഇവിടെ ചെയ്താൽ അവിടെയും ചെയ്യണ്ടേ? +1. ഓക്കെ, അപ്പൊ എന്ത് വരും? x-1 + 1 എന്താ? -1 + 1 എന്താ? 0 ആണ്. അപ്പൊ x ഈസ് ഈക്വൽ ടു 5 + 1 6. അപ്പൊ എക്സിന് നമുക്കൊരു വാല്യൂ കിട്ടി, 6 ആണ് കിട്ടി അല്ലെ? ഇതൊന്ന് ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് നോക്കിയേ. 6 - 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ എന്ത് വരും? 6 - 1 ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. ശരിയല്ലേ? ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ പറഞ്ഞ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. x-1 ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാണ് ഇക്വേഷൻ. നമുക്ക് ഈ എക്സിന് വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഒരു ഇക്വേഷൻ കിട്ടി അത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലുള്ള വേരിയബിൾ അല്ലെ, എക്സോ എമ്മോ എന്നോ എല്ലോ, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് നമ്മളുടെ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത്? നമുക്ക് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്. അപ്പൊ മാം എന്താ വെച്ചാൽ ഫസ്റ്റ് മെത്തേഡ്, ഓക്കെ, നിങ്ങൾക്ക് 2 മെത്തേഡ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് മെത്തേഡിൽ പറയുന്നുണ്ട് നമുക്ക് സെയിം നമ്പർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ മൈനസ് ചെയ്യുക. എന്താണ്? 2 സൈഡിലും ഒരു ഇക്വേഷന് 2 എക്സ്പ്രഷൻസ് ഉണ്ട് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. 2 എക്സ്പ്രഷൻസ് ഉണ്ട് എന്ത് ഇക്വേഷന് അല്ലെ? ആ 2 എക്സ്പ്രഷൻ അല്ലെ, മനസ്സിലാവുന്നില്ലേ പറയുന്നേ? നോക്കിയേ, ഇതാണ് മാം പറഞ്ഞു. മാം ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വരാൻ. ഒരു ഇക്വേഷൻ ഇവിടെ 5x + 7 ഈസ് ഈക്വൽ ടു √2 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഇതൊരു എക്സ്പ്രഷൻ ആണ്. ഈ സൈഡിലുള്ള LHS സൈഡിലുള്ളത് എക്സ്പ്രഷൻ ആണ്, RHS സൈഡിലുള്ളതും എക്സ്പ്രഷൻ ആണ് അല്ലെ? LHS സൈഡിലുള്ളതും RHS സൈഡിലുള്ളതും എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു സൈഡിലുള്ളത് എന്താണ്? എന്താ പറയുന്നത്? ഇതിലുള്ള വേരിയബിൾ. ഓക്കെ, ഇവിടെ വേരിയബിൾ എക്സ് ആണ്. ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഇതിന് രണ്ടും കൂടെയാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്? വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്. എവിടെയായിരുന്നു നമ്മളുടെ പ്രോബ്ലം? ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാമിന് ഇവിടെ x ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. അപ്പൊ നമ്മൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ഇവിടെ നോക്കിയത്. ജസ്റ്റ് ആ ഒരു ഇക്വേഷനിലെ 6 ഇട്ട് കൊടുത്തു നോക്കിയപ്പോ 6 - 1 ഈസ് ഈക്വൽ ടു 5. അപ്പൊ കറക്റ്റ് കിട്ടുന്നില്ലേ? നമുക്ക് 5 എന്ന ആൻസർ കിട്ടുന്നില്ലേ? ശരിക്കും ഇതൊരു ക്വസ്റ്റ്യനും ഇതൊരു ആൻസറും എന്നുള്ള രീതിയിലാണ് അല്ലെ? x-1 എന്ന് പറഞ്ഞത് 5 നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ എക്സിനുള്ള വാല്യൂ ആണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ വാല്യൂ കണ്ടുപിടിച്ചപ്പോ 6 ആണെന്ന് മനസ്സിലായി. അതാണ് ശരിക്കും സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശരിക്കും സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മൾ എക്സിന് വാല്യൂ 6 കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. x6 - 1 ഈസ് ഈക്വൽ ടു 5 നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ.